السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദ്യത്തെ 10 സലാം പറഞ്ഞു, രണ്ടാമത്തെ 10 സലാം പറഞ്ഞു, മൂന്നാമത്തെ 10ലാണ് നാമൊക്കെ ഉള്ളത്. ഈ മൂന്നാമത്തെ 10ൽ ഒരു വിശ്വാസി എപ്പോഴും തെരഞ്ഞു നടക്കുന്നത് ലൈലത്തുൽ ഖദ്റിനെയാണ്. 21-ാം രാവിലും 23-ാം രാവിലും 25-ാം രാവിലും 27-ാം രാവിലും 29-ാം രാവിലും പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള ദിവസം ഒരു ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ആ ഒരു ദിവസത്തിലൊന്ന് പങ്കുചേരാൻ മനസ്സിന് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹമല്ല, അത്യാഗ്രഹമാണ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒടുക്കത്തെ 10 വന്നാൽ ഇസ്തിഗ്ഫാറുകളിലും ദുആകളിലും ഇഅ്തികാഫിലുമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം കഴിച്ചുകൂട്ടും. വിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ, ഈ ലൈലത്തുൽ ഖദ്റിൽ ഒരു 6 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ലൈലത്തുൽ ഖദ്ർ നമ്മൾ കൊണ്ടുപോയി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ 6 കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ 6 കാര്യം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ കൊണ്ടു നടക്കണം. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള ദിവസങ്ങളിലെല്ലാം ഇത് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. 6 കാര്യം അത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്നു. ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് പരിപൂർണമായ മോചനം സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ നടന്നു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടന്നൊരു മനുഷ്യൻ അട്ടഹാസിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. വലിയ പാറക്കല്ല് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളുടെ ശരീരത്തിലുണ്ട്. ബിലാൽ തങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമയ്യത്തിന്റെ മർദ്ദനങ്ങളിൽ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുന്നു. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവിടെ പോയി ചോദിച്ചു, ഈ മനുഷ്യൻ അടിമയാണ്, ഇയാളെ മോചിപ്പിക്കാൻ എന്തു തരണം? വലിയ വില പറഞ്ഞു. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു പോയി, ബിലാൽ തങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുന്നത്, ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടന്നിട്ട് പാറക്കല്ല് തന്റെ ശരീരത്തിൽ വെച്ചിട്ട് കാലും കൈയിട്ടും അടിക്കുന്നത് ബിലാൽ തങ്ങൾ ചെയ്ത തെറ്റെന്താ? യാ അല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹ് ഒരുവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ കാരണം മാത്രമാണ്.
അയാള് പറഞ്ഞ വില കൊടുത്തിട്ട് ബിലാൽ ബിൻ റവാഹ് തങ്ങളെ മോചിതനാക്കി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ. അക്കാരണത്താൽ അള്ളാഹു സ്വർഗം കൊടുക്കുകയാണ്. അള്ളാന്റെ ഭൂമി ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടണം ഒരു ടിക്കറ്റ് സ്വർഗത്തിലേക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് പറ്റിയ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്ത പുണ്യമാണ്. അല്ലാഹുവിന്റെ മാലാക്കന്മാര് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദിവസം അതല്ലേ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ളൊരു പുണ്യദിനം. അല്ലാഹുവിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ ഭവനത്തില് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരെ ഹസ്തദാനം ചെയ്യുന്ന കൈപിടിച്ചിട്ട് സലാം പറഞ്ഞു പോകുന്ന ആ വലിയ രംഗം നടക്കുന്നത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനാണ്. നിസ്കാരപ്പായിൽ വന്നിട്ട് മലക്കുകൾ വന്നിട്ട് സലാം പറഞ്ഞ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി പോകുന്നത് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദറാണ്. ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ ദിവസം. കേട്ടു നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയി ബനൂ ഇസ്രായീലിലുള്ള ശംഊനുൽ ഗാസി തങ്ങളുടെ കഥ. ഒട്ടകത്തിന്റെ താടിയുടെ എല്ല് കൊണ്ട് ഒരുപാട് കാലം യുദ്ധം ചെയ്ത 1000 മാസം യുദ്ധം ചെയ്ത ഒരു മഹാന്റെ കഥ. അത്ര യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ദീർഘമായൊരു കഥയാണത്. എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തുകയാണ്. അവസാനം അവിടെയുള്ള കാഫിറുകളായ മനുഷ്യന്മാർ ബുദ്ധിമുട്ടി ശംഊനുൽ ഗാസി തങ്ങളെ എങ്ങനെങ്കിലും ഒന്ന് കൊല്ലണം, ഒന്ന് ആക്രമിക്കണം. ഭാര്യയെ അവർ കൂട്ടുപിടിച്ചു. ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം തരാം, ഒരുപാട് പണം തരാം, ഒരുപാട് സ്വർണം തരാം, ഒരുപാട് നീ ആവശ്യപ്പെടുന്നത് മുഴുവൻ തരാം. ഭാര്യ ആദ്യം പറഞ്ഞു പറ്റൂല, പിന്നെ പണമെല്ലാം കൂടി കിട്ടല്ലേ. ഭാര്യ സമ്മതിക്കുകയാണ്. ഇവർ ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു, ഞങ്ങളൊരു കയറ് കൊണ്ടുപോയി തരാം, ആ കയറ് കൊണ്ട് ശംഊനുൽ ഗാസി തങ്ങളെ വരിഞ്ഞു മുറുക്കണം. ചെയ്തു. രാവിലെ എണീറ്റിട്ട് ചോദിച്ചു, ഇതാരാ എന്നെ ചെയ്തത്? ഭാര്യ പറഞ്ഞു, ഞാനാണ്. എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നറിയാൻ. ശംഊനുൽ ഗാസി തങ്ങള് ഒന്നിങ്ങട്ട് കയ്യും കാലിളക്കിയപ്പോ അതങ്ങ് പൊട്ടിപ്പോയി. രണ്ടാമത്തെ തന്ത്രം പറഞ്ഞു കൊടുത്തു, ചങ്ങല. ആ ചങ്ങലയും കെട്ടി. രാവിലെ എണീറ്റപ്പോൾ ചോദിച്ചത് എന്തിനാ ചെയ്തത്? ഭാര്യ പറഞ്ഞു പോയി, നിങ്ങളെ ആരോഗ്യമൊന്ന് പരിശോധിക്കാനാണ്. ഒന്നിളക്കി അതങ്ങ് പൊട്ടിപ്പോയി. അവസാനം ഭാര്യ ചെറിയ ഹിക്മത്ത് ഉപയോഗിച്ചു, അല്ല, നിങ്ങളെ കയ്യും കാലും ബന്ധിച്ചിട്ട് പൊട്ടാതിരിക്കാനുള്ള ശക്തി എന്തിലാണ്? എന്റെ മുടിയിലാണ് എന്റെ ശക്തി ഉള്ളത്. നീളമേറിയ മുടിയായിരുന്നു, നീട്ടി വളർത്തുന്ന മുടി. ആ മുടി പറിച്ചിട്ട് ശരീരം കെട്ടി. രാവിലെ എണീറ്റ് ചോദിച്ചു, ആരാ കെട്ടിയത്? ഞാനാണ്. എന്തിനാണ്? നിങ്ങളെ ശക്തി ഒന്ന് പരിശോധിക്കാനാണ്. ഇളക്കി, മുറിയുന്നില്ല. അവസാനം കാഫിറുകളായ ആളുകളെ വിളിച്ചു, ശത്രുക്കളെ വിളിച്ചു. ശംഊനുൽ ഗാസി തങ്ങൾ അവരെ ഏൽപ്പിച്ചു. അവർ കൊണ്ടുപോയിട്ടൊരു തൂണിൽ കെട്ടിയിട്ടു. കൈ മുറിച്ചു, കാല് മുറിച്ചു, കണ്ണ് ചൂന്നെടുത്തു, ചെവി മുറിച്ചു മാറ്റി. ആ സമയത്തതാ ബഹുമാനപ്പെട്ട ശംഊനുൽ ഗാസി തങ്ങള് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ഈ ശത്രുക്കൾ ഇതാ എന്റെ കാല് മുറിച്ചിരിക്കുന്നു, എന്റെ കൈ മുറിച്ചിരിക്കുന്നു,
എന്റെ കായും കാലും മുറിച്ചെന്റെ കണ്ണ് ചൂണ്ടെടുത്തിട്ട് ചെവികളെല്ലാം മുറിച്ചിരിക്കുന്നു. അല്ല ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ വേണ്ടത്? എന്നെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ജീവിക്കണം, ശത്രുക്കളോട് യുദ്ധം ചെയ്യണം, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ. അതിനെന്ത് ചെയ്യണം? ഈ തൂണെല്ലാം പൊട്ടിച്ച് ആ കൂമ്പാരം ഇവരുടെ തലയിലേക്കിട്ട് ഇവരെ നശിപ്പിക്കണം. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി, അവരാകങ്ങ് നശിച്ചുപോയി. ബഹുമാനപ്പെട്ട ശമൂനുൽ ഗാസി തങ്ങൾക്ക് കാല് തിരികെ കൊടുക്കുന്നു, കൈ തിരികെ കൊടുക്കുന്നു, കണ്ണ് കൊടുക്കുന്നു, ചെവി കൊടുക്കുന്നു. ഒരു ഒട്ടകത്തിന്റെ താടിയില്ല എല്ലിന്റെ കൊണ്ട് ബഹുമാനപ്പെട്ടവര് യുദ്ധം ചെയ്യുകയാണ്. 1000 മാസം യുദ്ധം ചെയ്യുന്നു. 1000 മാസങ്ങളെക്കാൾ യുദ്ധം ചെയ്യുകയാണ്. ആ സമയത്ത് കേട്ടു നിൽക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നൂഹ് നബിന്റെ സമൂഹത്തിന് ഒരുപാട് കാലം ആയുസ് കൊടുത്തു, അതുപോലെ ശമൂനുൽ ഗാസി തങ്ങൾക്ക് ഒരുപാട് കാലം യുദ്ധം ചെയ്യാനുള്ള തൗഫീഖും കൊടുത്തു, ഞങ്ങൾക്ക് എന്താണ് അങ്ങനെയുള്ള അമൽ? ആ സമയത്താണ് മലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു പുണ്യ ദിവസം ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ സൂറത്താണ് ഇറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു ദിവസം നാളെയാണെന്ന് പറഞ്ഞാൽ, ഇന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു 6 കാര്യം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഒന്നാമത്തെ കാര്യം, ആയത്തുൽ കുർസി ഓതുക. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ലൈലത്തുൽ ഖദർ അവർ കൊണ്ടുപോയി. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തത്, ഒന്ന് ആയത്തുൽ കുർസി, 2 ഏതാണ്? ആമന റസൂൽ. 3 ഏതാണ്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ആ സൂറത്ത് ഓതുക. 4 ഏതാണ്? ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. ഇതിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 5 ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ്. 6 ഏതാണ്? യാസീൻ. ഇത് ഓതിയാൽ ലൈലത്തുൽ ഖദറിന്റെ ദിവസം, ആ ഒരു ദിവസം നമുക്ക് കിട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യും. ഒന്നും കൂടി പറയാം, ഈ സന്ദേശം നമ്മൾ ഇങ്ങനെ കൈമാറണം. 1 ആയത്തുൽ കുർസി, 2 ആമന റസൂൽ, 3 ഏതാണ്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. 4 ഏതാണ്? ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. 5 ഖുൽ ഹുവല്ലാഹു അഹദ്. 6 യാസീൻ. ഇത് ഓതി ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാനിനെ, ലൈലത്തുൽ ഖദറിനെ മുതലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലി 10 സ്വലാത്തും ചൊല്ലി ഇന്നത്തെ ദിവസത്തിൽ നമുക്കൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد
محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين يا തമ്പുരാനെ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ് ഈ ഒടുക്കത്തെ 10 ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ് പടച്ചവനെ അമ്പിയാക്കൾ ഔലിയാക്കൾ സലഫു സാലിഹീങ്ങൾ ആബിദീങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങൾ ബദരീങ്ങൾ താബീങ്ങൾ മഹത്തുക്കൾ മഹാന്മാർ മുസന്നിഫീങ്ങൾ മുഫസ്സിരീങ്ങൾ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആനി സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ ദുആനി ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ ചെയ്ത നിസ്കാരങ്ങൾ അമലുകൾ ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹുകൾ തറാവീഹ് നിസ്കാരങ്ങൾ ഖുർആനുകൾ സ്വദഖകൾ എല്ലാം നീ ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് ദിക്റുകൾ നീ സ്വീകരിക്കണം അല്ലാഹ് പടച്ചവനെ വിശുദ്ധമായ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനുകളിലും മുഅ്മിനാത്തുകളിലും ഞങ്ങളെ പെടുത്തണം അല്ലാഹ് പടച്ചവനെ വിശാലമായ പള്ളിപ്പറമ്പിൽ ഉമ്മയുണ്ട് അല്ലാഹ് ഉപ്പയുണ്ട് അല്ലാഹ് ഭാര്യയുണ്ട് അല്ലാഹ് മക്കളുണ്ട് അല്ലാഹ് ഭർത്താവുണ്ട് അല്ലാഹ് കുടുംബക്കാര് ബന്ധുക്കൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ സഹപാഠികൾ സഹകരിച്ചവർ പലവരുമുണ്ട് അല്ലാഹ് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം അല്ലാഹ് 21-ാം രാവിൽ ഞങ്ങളിതാ ദുആ ചെയ്യുന്നു അല്ലാഹ് നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണം അല്ലാഹ് ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണം അല്ലാഹ് നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണം അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ് ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ് ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ് തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ് വറഉള്ള ഖൽബാക്കണം അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണം അല്ലാഹ് രോഗം തരല്ലേ അല്ലാഹ് ഉള്ള രോഗങ്ങളെ ശിഫാ നൽകണം അല്ലാഹ് കേട്ട് കേൾവിയില്ലാത്ത ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം പടച്ചവനെ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ് ആരോഗ്യം നൽകണം അല്ലാഹ് ഡയാലിസിസ് രോഗികളാക്കല്ലേ അല്ലാഹ് കീറി മുറിക്കുന്ന ഓപ്പറേഷൻ നൽകല്ലേ അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മാറ്റിവെക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ് പടച്ചവനെ ഇസ്സത്തിലാക്കണം അല്ലാഹ് പടച്ചവനെ അല്ലാഹു ഒരുപാട് മുറാദുണ്ട് ഹസ്വിലാക്കണം അല്ലാഹ് വിഷമങ്ങളുണ്ട് തീർത്തു തരണം അല്ലാഹ് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹ് ഒരുപാട് രക്ഷിതാക്കളുണ്ട് അല്ലാഹ് ഒരുപാട് പ്രവാസികളുണ്ട് അല്ലാഹ് മറുനാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാഹ് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ രോഗമായി പ്രയാസപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ടോ എന്ന് തോന്നുന്ന സമയത്ത് അല്ലാഹ് നീ രക്ഷ നൽകണം അല്ലാഹ് പടച്ചവനെ എല്ലാ രോഗങ്ങളും നീ ശിഫാ നൽകണം അല്ലാഹ് മനസ്സിനൊരു ധൈര്യം നൽകണം അല്ലാഹ് മനസ്സിനൊരു സമാധാനം നൽകണം അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ് മക്കളെ വിജയിപ്പിക്കണം അല്ലാഹ് മക്കളെ വിജയിപ്പിക്കണം അല്ലാഹ് മക്കളെ വിജയിപ്പിക്കണം അല്ലാഹ് പടച്ചവനെ വീടില്ലാത്തവരുണ്ട് വീട് നൽകണം അല്ലാഹ് കടക്കാരുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ് ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം അല്ലാഹ് കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട് ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ് പടച്ചവനെ മരിക്കണതിന് മുമ്പ് കഅബ കാണാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ് മദീന കാണാനും തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ദർസിനെ സഹായിക്കുന്നവരുണ്ട് നീ സഹായിക്കണം അല്ലാഹ് അവിടെ പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ പ്രഗൽഭരാക്കണം അല്ലാഹ് പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ ഐക്യവും മനസ്സമാധാനവും മനപ്പൊരുത്തം നൽകണം അല്ലാഹ് ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷയിലാണ് വിജയിപ്പിക്കണം അല്ലാഹ് വിജയിപ്പിക്കണം അല്ലാഹ്
വിജയിപ്പിക്കണം അല്ലാഹ്. പടച്ചവനെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. പടച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമ്പോൾ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.